നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി മാളുവിനെ തീർക്കാനുള്ള അവസരം സൃഷ്ടിച്ചെടുക്കണം. അല്ല ശ്രേയേ, നാത്തൂനെ. ആ ശരി ആന്റി, ഈ അമ്മ മൊത്തം കുളവാക്കും. വെറുതെ അല്ല ഒരു പ്ലാൻ വിജയിക്കാത്തത്. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഐഡിയ വർക്കൗട്ട് ആകാതിരിക്കണ്ട. നീ പറഞ്ഞു തീരുന്നതുവരെ ഞാൻ കമാന്നൊരക്ഷരം മിണ്ടില്ല. പോരെ? ശ്രേയ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കൊറേ നേരമായിട്ട് നീ നിന്ന് സസ്പെൻസ് ഇടുവാണല്ലോ. പറയാ ആന്റി, അതായത് ഒരു മരണം സംഭവിക്കാനുള്ള സിറ്റുവേഷനിൽ നമ്മൾ മാളുവിനെ കൊണ്ട് എത്തിക്കണം. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ആ ദുരാത്മാവ് ചെയ്തോളും. മനസ്സിലായില്ല, തെളിച്ചു പറ. ഉദാഹരണത്തിന് ഒരു റെയിൽവേ ട്രാക്കില് നമ്മൾ മാളുവിനെ കൊണ്ട് നിർത്തുന്നു. ട്രെയിൻ വരുന്ന സമയമാണ്. ട്രെയിൻ വരുന്നതും മാളുവിന്റെ ഉള്ളിലെ ദുരാത്മാവ് മാളുവിനെ ആ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിച്ചോളും. അതോടെ അവൾ ആ ട്രെയിനിന്റെ മുന്നിൽ കഷ്ണമായിട്ട് അങ്ങ് തീരും. പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ ഇറ്റ്സ് എ ക്വൈറ്റ് ആക്സിഡന്റ്. മാളുവും തീരും, നമ്മളും സേഫ്. മനസ്സിലായോ? മനസ്സിലായി. അതുപോലൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയാമെന്നാണോ ശ്രേയ പറയുന്നത്? അല്ല ആന്റി, കുറച്ചുകൂടി റിലയബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവള് മഹിയേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ മരിക്കണം. നമ്മളെല്ലാം കൂടെ ഉണ്ടാവേം വേണം. അതിന് എന്തെങ്കിലും ഒരു ആഘോഷം ഇവിടെ നടക്കണം. മാളുവിന്റെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി ഇപ്പോഴെങ്ങും ഒരാഘോഷം ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യാന്? നാത്തൂനെ, ഞാനൊരു നാത്തൂനെ. ശരി, ഞാനൊരു ഐഡിയ പറയാം. ഇപ്പം മഞ്ഞുകാലമല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തുപോയി ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ആഘോഷിക്കാന്ന് പറയണം. അതാവുമ്പോ ആ തീയിൽ തന്നെ അവള് ചാടിച്ചത്തോളും. മഹി സമ്മതിക്കും തോന്നുന്നില്ല. സമ്മതിപ്പിക്കണ ആന്റി. ആവശ്യം നമ്മുടേതാ. കുടുംബത്തിലെ എല്ലാവരുടെയും പിണക്കം മാറ്റാനെന്നോ ഒത്തൊരുമ ഉണ്ടാക്കാനാണെന്നോ റിലാക്സേഷന് വേണ്ടിയാണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, മഹിയനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതിലാണ് കാര്യം. സൂപ്പർ ഐഡിയ മോളെ. ഇതിലും ആള് വീഴും. അല്ല, നമ്മള് വീഴ്ത്തിയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഓട്ടം സൂപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലാന്ന്. മനസ്സിലായി മോളെ. അങ്ങനെ നമ്മുടെ ഒരു ശത്രു കൂടി ഇല്ലാതാവുന്നു അല്ലേ? അതെ. പക്ഷേ നമുക്ക് നല്ലോണം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് മഹേന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ. അവസരം ഒന്നേ ഉള്ളൂ. മഹിയേട്ടൻ നോ പറഞ്ഞ പിന്നെ തീർന്നു. അതുകൊണ്ട് മഹിയേട്ടൻ സമ്മതിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രസന്റേഷൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.